ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ, അപ്പോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ഇപ്പോൾ ധന്യക്ക് പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ധന്യയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു 2 മണിക്കും 3 മണി വരെയും റോഡിന്റെ സൈഡിൽ കാത്തു നിന്ന് കാണണം, അല്ലെങ്കിൽ വീട്ടിൽ പോയി കാണണം നമ്മൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പ്രിയപ്പെട്ട ആളായത് കൊണ്ടാണ് എന്ന് നമുക്ക് അനുമാനിച്ചുകൂടെ? സ്വാഭാവികമായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ആളായത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അത് എത്ര വൈകിയായാലും നമ്മൾ പോകും. ഇപ്പോ നമ്മുടെ ഒരു സുഹൃത്തായാലും അല്ലെങ്കിൽ ഒരു ബന്ധുവായാലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായാലും എത്ര വൈകിയാലും ഒരു മരണ വാർത്ത അറിഞ്ഞാൽ നമ്മൾ കാണാൻ വേണ്ടി പോവുകയും കാത്തിരിക്കുകയും ചെയ്യും, ആ മൃതദേഹം ഒന്ന് കാണാൻ വേണ്ടി. ആ സ്നേഹം എന്നെ ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്നേഹം വി.എസ്. അച്യുതാനന്ദനോട് എന്തെങ്കിലും തരത്തിൽ വി.എസ്. അച്യുതാനന്ദന് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റിയിട്ട ആൾക്കാരൊന്നും അല്ല ഈ റോഡിൽ കാത്തു നിന്ന് വി.എസ്. അച്യുതാനന്ദനെ കാണാൻ വേണ്ടി വരുന്നത്. വി.എസ്. എന്ന ഭരണകർത്താവിനോട് വി.എസ്. അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് സ്വീകരിച്ച നിലപാടുകളോട് സ്നേഹമുള്ള, ആ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിനോട് ചേർത്ത് പിടിക്കുന്ന കുറെ മനുഷ്യന്മാർ, അവര് വി.എസിന്റെ നിലപാടിന് ഞാൻ ആലോചിക്കുമായിരുന്നു സൈഫോ, ഒരിക്കലെങ്കിലും വി.എസ്. എന്ന് പറയാത്ത മനുഷ്യരുണ്ടാവൂ എന്നുള്ളത്. അതെ 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 വി എസ് എന്ന പേര് എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്, ഞാൻ ഇന്നലെ വി.എസ്. അച്യുതാനന്ദൻ മരിച്ച സമയത്ത് എന്നെ ഭയങ്കര കൗതുകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. വി.എസ്. അച്യുതാനന്ദന്റെ മരണ വാർത്ത ഇന്നത്തെ പ്രധാനപ്പെട്ട മലയാളത്തിലെ 2 പത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. 2 പത്രങ്ങളുടെ ഏതാണ്ട് ഒരേപോലെയാണ് എഴുതിയിരുന്നത്. വി സല്യൂട്ട് എന്ന്, ഈ വി എഴുതിയിട്ട് സല്യൂട്ടിന്റെ സാധേ അത് വി സല്യൂട്ട്, നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് എന്ന് തോന്നുന്ന തരത്തിൽ വി.എസ്. അച്യുതാനന്ദൻ ബിൽഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിന് വി.എസ്. അച്യുതാനന്ദൻ എന്ന പേര്, ഇപ്പൊ വി.എസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി.എസ്. അച്യുതാനന്ദൻ എന്ന് നമ്മൾ പൂർണ്ണമായും പറയണ്ട, വി.എസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയ പേരാണ് വി.എസ്. എന്നുള്ളത്. അതൊരു ഒരു തരത്തിലൊരു വികാരമാണ്. എനിക്ക് തോന്നുന്നു ഈ അച്യുതാനന്ദൻ സാർ എന്നൊക്കെ വിളിച്ചിരുന്നത് ഒഫീഷ്യലി ഇല്ലെങ്കിൽ ആ ഓഫീസിൽ സെക്രട്ടേറിയറ്റിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ മാത്രമായിരിക്കും അല്ലേ? അതെ, അച്യുതാനന്ദൻ സാർ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. വി.എസ്. എന്ന മനുഷ്യർക്ക് വി.എസിന്റെ കൂടുതൽ ജീവിച്ച മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ ഞാനും നിഷാദ് റാവുത്തറും എല്ലാം കൂടെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് കയറുന്ന സമയത്ത്, വളരെ വ്യക്തിപരമായിട്ട് പറയുന്നതാണ് കേട്ടോ, എല്ലാം ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് വി.എസ്. അച്യുതാനന്ദന്റെ റൈറ്റ് ഹാൻഡായിട്ട് നടന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഒന്ന് ശശിമാഷ് ഉണ്ട്, വി.എസിന്റെ ഗൺമാൻ ഉണ്ട്, വി.എസിന്റെ സാരഥി ഉണ്ട്. അങ്ങനെ വി.എസിന്റെ കൂടെ നടന്ന കുറെ മനുഷ്യന്മാർ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവർ ആലപ്പുഴയിലേക്ക് വരികയാണ്. അപ്പോ അവർക്ക് വി.എസ്. അച്യുതാനന്ദൻ അവർക്കൊരു വൈകാരിക ബന്ധമാണ്. വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു വൈകാരിക ബന്ധമുണ്ട്. അവരുടെ ഓരോ ഞാൻ വിനോദ് എന്ന് പറഞ്ഞാൽ വി.എസിന്റെ കുമാരനാണ്. വിനോദിനോട് ഞാനിപ്പോ കണ്ടപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിനോദിനെ ഇന്നലെ മുതൽ തിരക്കുന്നുണ്ടായിരുന്നു, വി.എസിന്റെ ഒരു ഓർമ്മ പങ്കുവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ബൈറ്റ് എടുക്കണം എന്ന് കരുതുന്നുണ്ട്. വി.എസിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് വി.എസിനെ കുറിച്ച് പറയാനില്ലല്ലോ. നിങ്ങൾ അറിയുന്നത് തന്നെ അല്ലേ വി.എസ്. എന്ന മറുപടിയാണ് വിനോദ് നൽകിയത്. അങ്ങനെ വൈകാരികമായ ബന്ധമുള്ള മനുഷ്യർ വി.എസിനെ കുറിച്ച് പറയുമ്പോൾ 100 നാമുള്ള മനുഷ്യന്മാരുണ്ട്. അതെ 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 ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് എന്താണെന്നറിയോ, ഇനിയുള്ള തലമുറ, ഇപ്പൊ നമ്മൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ളവരും ഇപ്പൊ നമുക്ക് ഒരുപാട് വി.എസിനെ കേട്ടതും പഠിച്ചതും വായിച്ചതും പലരും പറഞ്ഞിട്ടും ഒക്കെയുള്ള ഒരുപാട് നേരിട്ട് അനുഭവിച്ചതുമായിട്ടുള്ള ഒരുപാട് അനുഭവമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്. വി.എസിനെ പോലെ അങ്ങനെ നിൽക്കുന്ന ഒരു എന്താ പറയാ, ആ സമരം കണ്ടിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ. പക്ഷെ ഇനി വരുന്നവർ എങ്ങനെയായിരിക്കും വി.എസിനെ പഠിക്കുക എന്ന് നമുക്കിനി അത് പലരും പറയാറുണ്ട്. വി.എസിന്റെ പല കാര്യങ്ങൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ റിയാക്ഷൻ എടുക്കുമ്പോൾ കണ്ടതാണ്. സിലബസിൽ വരെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അതൊരു പഠന വിഷയമാക്കണം എന്നൊക്കെ പലരും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളെ കുറിച്ചും പറയാറുണ്ട്. അപ്പം ആ തരത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു ജനറേഷനിലേക്ക് വി.എസിനെ എത്തിക്കുക? ആ ജനറേഷനിലേക്ക് വി.എസ്. എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, പൂർണ്ണമായിട്ടല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ഇപ്പം പഠനമല്ലാതെ അത് ഫീൽ ചെയ്യിക്കാന്നുണ്ട്. നമുക്ക് കിട്ടിയ ഒരു സാധനം അത് നമുക്ക് കൊടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല, അതുപോലെ. അല്ല, അതെ അത് ശരിയാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് വി.എസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ തിരുവനന്തപുരം മുതൽ സെക്രട്ടേറിയറ്റ് മുതൽ ഇന്നലെ AKG സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് രാത്രി വൈകിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തി. രാവിലെ വി.എസ്. അച്യുതാനന്ദനെ കാണാൻ വേണ്ടി അവിടെ
അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് വി എസിനെ ഇറക്കി വി എസിന്റെ മൃതദേഹവുമായി നമ്മൾ അതിന്റെ ആ വിലാപയാത്രയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നൊരു കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ കാണുന്ന കാഴ്ചയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോ ശ്രീകാര്യത്ത് നമ്മൾ കാണുമ്പോ കുറെ ചെറുപ്പക്കാർ പിള്ളേരാണ്, ചിലപ്പോ ഒരു 16-17 വയസ്സ്. ഇപ്പോ ഈ തന്നെ സൂചിപ്പിക്കുന്ന ജെൻസി കുട്ടികൾ അവര് നിൽക്കുന്നുണ്ട്. കഴക്കൂട്ടത്തെത്തുമ്പോൾ ടെക്കികൾ ഉണ്ട്. ഇവര് പക്ഷേ ഉണ്ടല്ലോ ഇന്നലെ ആ AKG സെന്ററിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം അത് തന്ന ഒരു അതൊരു വേറെ ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു കാര്യവട്ടം ക്യാമ്പസിലെ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. അതെ, AK സെന്ററിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഇന്നലെ ധന്യ ചിലപ്പോ അവിടെ മാത്രമായിരിക്കും അത് കേട്ടിട്ടുണ്ടാവുക. ഞാനത് തുടർച്ചയായി കേൾക്കുന്നതുകൊണ്ട് പറയാം, ആ മുദ്രാവാക്യം അവിടെ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഈ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേ മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു. മുദ്രാവാക്യത്തിന്റെ സ്വഭാവം പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. കണ്ണേ കരളെ VSA, നെഞ്ചിനകത്ത് റോസാപ്പൂവേ എന്ന് പറയുന്ന മുദ്രാവാക്യം. ഇപ്പോ ഇന്ന് യാത്ര ചെയ്തപ്പോ എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നിയ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വരുന്ന ആൾക്കാർ, കുറച്ച് പ്രായമായ സ്ത്രീകളുടെ കയ്യിൽ റോസാപ്പൂ ഉണ്ടായിരുന്നു. അതിന് റോസാപ്പൂ എന്തിനാണെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് VS നോടുള്ള സ്നേഹം കൊണ്ടുള്ള റോസാപ്പൂവാണ്. ഈ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന റോസാപ്പൂവാണ് അത് അത്രയും സ്നേഹം, ആ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അത്രയും സ്നേഹം അവർക്ക് ഉണ്ട്. അത് ഈ ചെറുപ്പക്കാർ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ എന്ത് രാഷ്ട്രീയ VS അച്യുതാനന്ദൻ ഫൈറ്റ് ചെയ്ത വിവിധ വിഷയങ്ങളുണ്ട്, സ്ത്രീ വിഷയങ്ങളുണ്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു പരിധിവരെയൊക്കെ കുറെ കാര്യങ്ങൾ അറിയായിരിക്കാം. പക്ഷെ VS അച്യുതാനന്ദൻ അത്രയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോയിട്ടുള്ള ജെൻസി പിള്ളേർ ആയിരിക്കില്ല ഉണ്ടാവുക. പക്ഷെ അവര് അപ്പോഴും VS അച്യുതാനന്ദനുള്ള സ്നേഹം അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് ഈ യാത്രയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ വരെ, ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ വരെ ഈ അച്ഛന്റെ തലയിൽ ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. കണ്ണേ കരളെ VSA എന്ന അച്ഛൻ മുദ്രാവാക്യം വിളിക്കുമ്പോ മുഷ്ടി ചുരുട്ടി അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടിയെ ഇന്നലെ AKG സെന്ററിൽ 2-3 കുട്ടികളെ ഇന്നലെ AKG സെന്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു.